ശ്രീദേവി അസ്ട്രോളജിയിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന ശനിയാഴ്ച ഫെബ്രുവരി 7, 2026 ശുക്ലപക്ഷ ഷഷ്ടിയാണ്. സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കുന്നവർ ക്ഷേത്ര ദർശനം നടത്തി ഏതെങ്കിലും വഴിപാടുകൾ, അതായത് അഭിഷേകമോ പൂജകളോ ഏതെങ്കിലും ഒന്ന്, പാലഭിഷേകം, പനിനീർ അഭിഷേകം, ഇളനീരഭിഷേകം, ഭസ്മാഭിഷേകം ഇതിലേതെങ്കിലും ഒന്ന് നടത്തി സുബ്രഹ്മണ്യ പ്രീതി നേടുന്നത് വളരെ ഉത്തമമാണ്. പണ്ട് മുതലേ മുത്തശ്ശിമാരും അമ്മമാരും ഷഷ്ടിവ്രതം നോക്കുന്നത് ഉത്തമ സന്താന ലബ്ധിക്കായിട്ടാണ്. അതായത് കുട്ടികളുടെ ഉയർച്ച, കുട്ടികളുടെ ആരോഗ്യം, കുട്ടികളുടെ ആയുസ്, വിദ്യാഭ്യാസം, തൊഴിൽ, അവർക്ക് സ്വന്തമായി ഭൂമി, വീട്, സകല സൗഭാഗ്യങ്ങളും മക്കൾക്കുണ്ടാകണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഷഷ്ടിവ്രതം നോക്കുന്നത്. ഓം ക്രീം ശ്രീ ഷഷ്ടി ദേവിയെ നമ എന്ന് 108 തവണ ജപിച്ചാൽ ഈ പറഞ്ഞ സൗഭാഗ്യങ്ങളൊക്കെ നിങ്ങളുടെ മക്കൾക്കുണ്ടാകും. ഓം സ്കന്ദായ നമ, ഓം സുബ്രഹ്മണ്യായ നമ, ഓം ശരവണ ഭവ, ഓം വജൽപുവേ നമ, ഓം മയൂരവാഹനായ നമ, ഓം കാർത്തികേയായ നമ തുടങ്ങിയ നാമങ്ങൾ ജപിക്കുന്നത് സുബ്രഹ്മണ്യ പ്രീതിക്ക് വളരെ ഉത്തമമാണ്. പഴനി, തിരുച്ചെന്തൂർ, തിരുപ്പരംകുണ്ട്രം, കുമാരകോവിൽ തുടങ്ങിയ മഹാക്ഷേത്രങ്ങളിൽ വലിയ വിളക്കിന് ചുറ്റുമായി ഭക്തജനങ്ങൾ ഓം മുരുക വേൽ മുരുക ശരവണപവ ഷൺമുഖ, ഓം മുരുക വേൽ മുരുക ശരവണപവ ഷൺമുഖ എന്ന് ഈ തിഥി അവസാനം വരെയും പ്രാർത്ഥിക്കുന്നതും ചുറ്റും വളയമെന്ന് നാമം പറയുന്നതും എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. എല്ലാവർക്കും അതിനുള്ള അവസരം കിട്ടുകയും ചെയ്യും. നമുക്കും വേണമെങ്കിൽ ആ കൂട്ടത്തിൽ ചെന്ന് ഇങ്ങനെ വിളക്കിന് ചുറ്റും വളയമെന്ന് ഈ നാമങ്ങൾ പറയാവുന്നതാണ്. സുബ്രഹ്മണ്യന് ഹരഹരോഹര, സ്കന്ദന് ഹരഹരോഹര എന്ന നാമങ്ങളും ഭഗവാന് വളരെ പ്രിയപ്പെട്ടതാണ്. ഇത്തരം അറിയാവുന്ന നാമങ്ങളൊക്കെ എല്ലാവരും പറഞ്ഞ് സുബ്രഹ്മണ്യ പ്രീതി ഷഷ്ടി ദിനങ്ങളിൽ നേടുന്നത് വളരെ ഉത്തമമാണ്. ഒരു വർഷം സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുന്നതിൻ്റെ ഫലമാണ് ഒരു ഷഷ്ടി തൊഴുന്നത് എന്നാണ് മുത്തശ്ശിമാരും പഴമക്കാരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇനി നാമങ്ങൾ പറയാൻ സമയമില്ലാത്തവർ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴോ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴോ ഷഷ്ടി ദിവസം മുരുകനെ മനസ്സിൽ സങ്കല്പിച്ച് ഭക്തിയോടുകൂടി എവിടെ ഇരുന്നു, ഏത് ദിക്കിലിരുന്നു ഈ നാമം പറഞ്ഞാലും ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് കിട്ടും. മത്സ്യവും മാംസവും ഉപേക്ഷിച്ച് കുളിച്ച് വൃത്തിയായി ശുദ്ധവസ്ത്രം ധരിച്ച് നാമങ്ങൾ പറയാവുന്നതാണ്. ക്ഷേത്രത്തിലും പോവാം. കഠിന വ്രതമൊന്നും എടുക്കണമെന്ന് യാതൊരു ഭഗവാനും ഇന്നുവരെ ഒരു പുസ്തകത്തിലും പറഞ്ഞിട്ടില്ല. പണ്ടുള്ള മുത്തശ്ശിമാർക്ക് നല്ല ആരോഗ്യമാണ്, അവരുടെ ഭക്ഷണ രീതികളും ഒക്കെ നല്ലതാണ്. നമ്മൾ അത്തരം സാഹചര്യത്തിലല്ല ജീവിക്കുന്നത്. അതുകൊണ്ട് ആരും കഠിന വ്രതമൊന്നും എടുക്കാൻ നിൽക്കണ്ട. ഷുഗറും ബി.പിയും ഒക്കെ കയറി ടെൻഷനും ഒക്കെ ഉണ്ടായി അസുഖങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ആഹാരമൊക്കെ കഴിച്ച് മത്സ്യമാംസം ഇതൊക്കെ ഉപേക്ഷിച്ച് വ്രതശുദ്ധിയോടുകൂടി ഭക്തിയോടുകൂടി നാമങ്ങൾ ജപിക്കാം. വളരെ ഉത്തമമാണതൊക്കെ. അല്ലാതെ വലിയ കഠിന വ്രതം എടുക്കണമെന്നൊന്നും യാതൊരു നിർബന്ധവുമില്ല. ക്ഷേത്രത്തിൽ പോകണമെന്നും നിർബന്ധമില്ല. നമ്മുടെ മനസ്സിൽ ഭഗവത് ഭക്തി ഉണ്ടായിരുന്നാൽ മാത്രം മതി. ഭക്തി ഉള്ളിടത്ത് ദൈവം വസിക്കും. ഭക്തിയുള്ള മനസ്സിൽ മാത്രമേ ഭഗവാൻ ഉണ്ടായിരിക്കുകയുള്ളൂ. അതുകൊണ്ട് ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും നാമങ്ങൾ ജപിക്കാം. മുരുകൻ്റെ ഷഷ്ടി ദേവിയുടെയും അനുഗ്രഹം നമുക്കുണ്ടാവുകയും ചെയ്യും. ജാതകത്തിൽ ചൊവ്വാദോഷമുള്ളവർ സുബ്രഹ്മണ്യ പ്രീതി നേടുന്നത് വളരെ ഉത്തമമാണ്. ഷഷ്ടി ദിവസവും സ്കന്ദഷഷ്ടി ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ സുബ്രഹ്മണ്യ പ്രീതി നടത്തുക, സുബ്രഹ്മണ്യൻ്റെ നാമങ്ങൾ പറയുക, മന്ത്രങ്ങൾ പറയുക, ഇതൊക്കെ വളരെ ഉത്തമമാണ്. ചൊവ്വാദോഷം മൂലം വിവാഹ തടസ്സം നേരിടുന്നവർക്ക് സുബ്രഹ്മണ്യ പ്രീതിയാണ് വരുത്തേണ്ടത്. സുബ്രഹ്മണ്യ ഭഗവാനാണ് ചൊവ്വയുടെ ദേവൻ. അപ്പോൾ സുബ്രഹ്മണ്യനെ പ്രാർത്ഥിക്കുമ്പോൾ ആ ദോഷം ഭഗവാൻ മാറ്റിത്തരും, എല്ലാ വഴികളും തുറന്നു കിട്ടും. അതുകൊണ്ട് സുബ്രഹ്മണ്യ സ്വാമിയെ എല്ലാവരും പ്രാർത്ഥിക്കുക, നാമങ്ങൾ ജപിക്കുക. സന്താന സൗഭാഗ്യത്തിനായി സുബ്രഹ്മണ്യ പ്രീതി നടത്താവുന്നതാണ്. സ്വന്തമായി വീട്, ഭൂമി, തൊഴിൽ ഇവ നേടുന്നതിനും സുബ്രഹ്മണ്യ പ്രീതിയാണ് വരുത്തേണ്ടത്. സുബ്രഹ്മണ്യനെ പ്രസാദിപ്പിച്ചാൽ ഇവയെല്ലാം നമുക്ക് ലഭിക്കും. എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം. സംശയങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലും ഇടണം. എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും മനസ്സമാധാനവും സുബ്രഹ്മണ്യ ഭഗവാൻ തരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു.